ഹലോ ചങ്ങന്മാരെ, നമ്മളെ കോട്ടക്കൽ പുത്തൂർ പാടത്തേക്ക് ഒരു അശോക് ലൈലാൻഡ് ഏകദേശം 7 വണ്ടികളെ ഇടിച്ചിട്ടിട്ട് നമ്മളെ പാടത്തോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 10ഓളം ആളുകൾക്ക് നല്ല പരിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അവരെല്ലാവരെയും അൽമാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അശോക് ലൈലാൻഡിൻ്റെ ഏറ്റവും വലിയ വാഹനമാണ്. ഈ 7 വണ്ടികളെ ഇടിച്ചിട്ടാണ് ഈ പാടത്തേക്ക് പോയിട്ടുള്ളത്. ആയ സമയത്താണ് ഈ ഒരു അപകടം ഇവിടെ സംഭവിച്ചത്. അപ്പോൾ എന്താ പറയുക, ഏകദേശം 4 കാറുകളും ഓട്ടോറിക്ഷ, സ്കൂട്ടർ അടങ്ങുന്ന വാഹനങ്ങളെ ഇടിച്ചിട്ടാണ് പാടത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ നാട്ടുകാർ പറയുന്നത് ബ്രേക്ക് ഇല്ലാതെ പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു അപകടമാണ്. കാരണം നമ്മളെ മമ്മാലിപ്പടിയിൽ സംഭവിച്ച അതുപോലുള്ള അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പോലീസ് അവരെ ഉദ്യോഗസ്ഥരും കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. വാഹനത്തിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനുള്ളിലില്ലല്ലോ. സുഹൃത്തുക്കളെ, ഏകദേശം ഇവിടെ 10 വണ്ടികളുണ്ടാവും മിനിമം. 8 വണ്ടി അല്ലേ? ടോട്ടൽ 8 വണ്ടികൾ ഇടിച്ച് തമർത്തിയിട്ടാണ് ആൾ ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മളെ മമ്മാലിപ്പടിയിൽ സംഭവിച്ച അതുപോലെ തന്നെയാണ്. ഇത് ആദ്യം കീറി വെച്ചതാവും അല്ലേ ഇവിടെ? ഇതിപ്പോൾ അത് ശരിയാ, കണ്ടത് ഇപ്പോൾ കീറിയതാട്ടോ. മൊത്തത്തിൽ ഇടിച്ചിട്ട് വന്നിട്ട് ആളെ കാണാത്തതുകൊണ്ട് ജസ്റ്റ് മാന്തി നോക്കിയതാണ്. വല്ലാത്തൊരു അപകടം കേട്ടോ. നമ്മൾ മമ്മാലിപ്പടിയിൽ നടന്ന അതേപോലെ തന്നെയാണ്. എന്താണ്ടോ ഈ കാറിൻ്റെ ഒരു ഭാഗം നോക്കി മൊത്തത്തിൽ തമർത്തിയിട്ടുണ്ട്. ആകെ പൊളിഞ്ഞാണ്. അടച്ചോനെ, എനിക്ക് എത്ര ആളുണ്ടായിരുന്നോ? ഇതിലാളുണ്ടായിരുന്നോ? ഇത് എപ്പോഴും സംഭവിച്ചു? ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൂ. ഇത് അവിടുന്ന് ഇങ്ങോട്ട് വന്നാവൂലേ വലിയർമ്പന്ന്? ഏകദേശം ആ ഒരു കയറ്റത്ത് 2 വണ്ടിനെ അടിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് ഓടിക്കൊണ്ടിരിക്കേ, ഇത് ഓടി അതവിടെ നിർത്തിട്ടില്ല. അതിലാളില്ല തോന്നല്ലേ? ആളില്ല. ഉദ്യോഗസ്ഥന് ആളുണ്ടായിരുന്നോ? എന്തേ പറ്റിയണോ? എന്താ പരിക്കുണ്ടാവും? എന്താ ശരിക്കും സംഭവിച്ചത്? വലിയർമ്പം തന്നെ ബ്രേക്ക് പോയിക്കണം ഈ കയറ്റത്തു നിന്ന്. എന്നിട്ട് എത്ര വണ്ടിക്ക് അടിച്ചത്? 6 വണ്ടിക്ക് അടിച്ച്. പിന്നെ പരിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ? ഒന്നല്ലേ? അതിലാണ് ടിയോസ് അപ്പുറത്ത് ഇത് ഓർണടിച്ചാണോ വന്നത്? ആ ഫുൾ ലോഡല്ലേ? എന്താ ലോഡ് എന്താണെന്നറിയോ? സിമെന്റ് ആണോ? അല്ല, അവരിപ്പോ പോലീസുകാർക്ക് എന്ത് ചെയ്യുന്ന ചെക്ക് ചെയ്യാൻ? വണ്ടിയിൽ എന്തെങ്കിലും പേപ്പറുകളൊക്കെ അവരെടുത്തോട്ടെ നല്ലത്. ശരിയാ, അതിലുള്ളവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? അതിലങ്ങനെ പരിക്കില്ല. 2 ആളല്ലേ തോന്നുന്നു. തല തിരിഞ്ഞു ഹലോ ചങ്ങന്മാരെ, കോട്ടക്കൽ പുത്തൂർ സംഭവിച്ചിട്ടുള്ള അപകടമാണ്. ഏകദേശം 8 വാഹനങ്ങളെ ഇടിച്ച് തമർത്തിയിട്ടാണ് വലിയ പറമ്പെന്ന് വന്ന വാഹനം നേരെ ഇത് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 8 വണ്ടികളാണ് ഇതിൽ പെട്ടിട്ടുള്ളത് കേട്ടോ. 1, 2 അപ്പുറത്തൊന്ന് ഒരു ഇറ്റിയോസ് ഉണ്ട്. അതുപോലെ തന്നെ മേലെ ഭാഗത്ത് 3 വണ്ടികളും തട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വണ്ടി ഇത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഇതവിടെ മറിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇതാണ് അവസ്ഥ. നമ്മളെ മമ്മാലിപ്പടിയിൽ നടന്നതിലേറെ വലിയ അപകടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്.